ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ചെയ്തു വരുന്ന നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിഫ്റ്റി ആൻഡ് നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ്സ് ആയിരുന്നു. നമ്മൾ ഇന്നലെ ഈ ത്രൂ ഔട്ട് വീക്ക് തന്നെ നല്ല രീതിയിൽ ബിയറിഷ് സെന്റിമെന്റ്സ് ആയിരുന്നു മാർക്കറ്റിന് ഉണ്ടായത്. ദെൻ ഇന്നലെ നമുക്ക് കുറച്ച് ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. മീൻസ് നമ്മൾ നമ്മുടെ ടാഗ് ലൈൻ തന്നെ വെച്ചത് ഹോൾഡിംഗ് ദ സപ്പോർട്ട് എന്ന് പറഞ്ഞായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇന്ന് നമ്മൾ എന്താണ് എക്സാക്ട്ലി നമ്മൾ മാർക്കറ്റിൽ കണ്ടത്, നമുക്കത് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ആ സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുമായിരുന്നു. നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ ബിയർ സെന്റിമെന്റ്സ് ആണ് അധികവും ഉള്ളത്. ബട്ട് നമുക്ക് ഇൻട്രാഡേ ലെവൽസ് പ്ലസ് ഇൻട്രാഡേ ലെവൽസിനുള്ള സപ്പോർട്ട് ഉണ്ട്. അതുകൂടാണ്ട് ആ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും അത് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് താഴേക്ക് ഇനി ഒരു ഫോൾ ഉണ്ടാവുക. അതാണ് നമ്മൾ ടാഗ് ലൈൻ തന്നെ വെച്ചത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ആണെങ്കിൽ ഇന്ന് എക്സ്പയറിയും കൂടി ആയിരുന്നു. ആ സപ്പോർട്ട് ഇന്ന് നമുക്ക് അത് ക്ലിയർ ചെയ്ത് കാണാനും കഴിഞ്ഞു. മീൻസ് അവിടെ സപ്പോർട്ട് എടുത്തു, ബാങ്ക് നിഫ്റ്റി ഒന്ന് റിവേഴ്സ് ആയ മേളിലേക്ക് ശരിക്കും വന്നു. ദെൻ അവിടെ ഒരു ചെറിയ രീതിയിലൊരു സെൽ ഓഫ് ഉണ്ടായി. ഓൾമോസ്റ്റ് ഒരു വോളറ്റൈൽ ആയിരുന്നു, നല്ല രീതിയിൽ വോളറ്റൈൽ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഒക്കെ ഉണ്ടായത്. എനിവേ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തെന്ന് വിചാരിക്കുന്നു. വൺസ് ലെവൽസ് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് കാണാം. ബട്ട് കുറച്ചൊരു ടഫ് ആയിരുന്നു ഓപ്ഷൻ ബയേഴ്സിനുള്ളത്. മീൻസ് ഒരു കൺഫ്യൂസ്ഡ് ലെവൽസ് ആയിരുന്നു, താഴേക്കുണ്ടായിരുന്നു മേളിലേക്കുണ്ടായിരുന്നു. ബട്ട് നമുക്ക് കുറച്ചത് ക്ലിയർ ചെയ്ത് പോയാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് അയൺ കൗണ്ടർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി പ്രോഫിറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. ബട്ട് ഒരു ലെവലിൽ തന്നെ ആയിരുന്നല്ലോ. മീൻസ് മേളിൽ പോയാലും റെസിസ്റ്റൻസ് ഉണ്ട്, താഴെ പോയാൽ സപ്പോർട്ടും വരുന്നുണ്ട്. അയൺ കൗണ്ടറിന് ഈസി ആയിരുന്നു. ബട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓപ്ഷൻ ബയേഴ്സ് പ്ലസ് നമ്മൾ ചെയ്യുന്നത് ഒരു റേഞ്ച് ആണ്. ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുമ്പോൾ ഒരു കറക്റ്റ് ആ റേഞ്ചിലേക്ക് വരണം. നമ്മൾ ഒരു ക്ലിയർ നമ്മൾ നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള ഇതിലേക്കാണ് നമ്മൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയത്. ബട്ട് നമുക്ക് ആ ഒരു നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് വന്നാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ്, ലോസ് വന്നാൽ നമ്മുടെ ലിമിറ്റഡ് ലോസും ആണ്. ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഫോളോ ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഫ്രീ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ദെൻ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ അനാലിസിസ് ആണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റി എന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ ഒരു ക്വിക്ക് സെൽ ഓഫ് ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ ഉണ്ടായി. ദെൻ അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിലൊരു പുൾ ബാക്കിന് ശ്രമിച്ചു. പിന്നെ ഡിമാൻഡ് സോണിലായിരുന്നു മാക്സിമം കൺസോൾഡേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് കാണാം മാക്സിമം ഡിമാൻഡ് സോണിലായിരുന്നു. പിന്നെ ലാസ്റ്റ് ആ 3 o'clock ശേഷമുള്ള ഒരു സെൽ ഓഫും വന്നു. അതായിരുന്നു നിഫ്റ്റി ബിയറിഷ് ആയിരുന്നു. ബട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റി കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടൈം തന്നെ ഒരു സെൽ ഓഫ് ഉണ്ടായി. ദെൻ നമുക്ക് കാണാം ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്ക് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് കാണാം. പിന്നെ ത്രൂ ഔട്ട് ഈ ചാനലിലായിരുന്നു പോയത്. നമ്മൾ ഈ ചാനലെല്ലാം ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതാണ് ലേൺ ആൻഡ് ട്രേഡ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഡിമാൻഡ് സോണിന്റെ പറയുന്നുണ്ട്, ചാനലിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ അവിടെ പിന്നെ റെസിസ്റ്റൻസ് എടുക്കുന്ന ഏരിയ അത് ക്ലിയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇന്നൊരു ചെറിയ ട്രേഡ് ഉണ്ടായിരുന്നു. ചെറിയ ട്രേഡ് നമ്മൾ ഒരു -0.75 മീൻസ് നമ്മുടെ റേഞ്ചിന് ഒരു സ്വല്പം മാറിപ്പോയി. മീൻസ് അത് കുറച്ചൊരു 600 ലെവൽസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായേനെ. എനിവേ നമുക്ക് നോ ലോസ് നോ പ്രോഫിറ്റ് സ്ട്രാറ്റജി ആണ്. നമുക്ക് നാളെ നിഫ്റ്റി എക്സ്പയറി ഉണ്ട്, നോക്കാം. നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നമുക്ക് അതിൽ കയറാം. അത് ടെലിഗ്രാമിൽ ഷെയറും ചെയ്യാം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഫോളോ ചെയ്യാം. ദെൻ അപ്പോൾ അതായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ഓൾറെഡി പറഞ്ഞു ഡിമാൻഡ് സോണിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഡിമാൻഡ് സോൺ, പിന്നെ ശരിക്കും ഡിമാൻഡ് സോൺ സപ്പോർട്ട് എടുത്തു. ഡിമാൻഡ് സോണിന്റെ സപ്പോർട്ട് കണ്ടില്ല, സപ്പോർട്ട് എടുക്കുന്നു. പിന്നെ ആ സ്വിംഗ് ഹൈയിൽ പോയിട്ട് ആ റെസിസ്റ്റൻസ് എടുക്കുന്നു. പിന്നെ ലാസ്റ്റ് നിഫ്റ്റിയുടെ അത്രയും ഒരു സെൽ ഓഫ് ഉണ്ടായിട്ടില്ല ബാങ്ക് നിഫ്റ്റിയും സെയിം ആ റെസിസ്റ്റൻസ് തന്നെയാണ് ത്രൂ ഔട്ട് ദ ഡേ എടുത്തേക്കുന്നത്. അപ്പൊ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ചെറിയ നെഗറ്റീവിലാണ് ഇന്ന്. നിഫ്റ്റി കുറച്ചധികം -0.69 ഉണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു 0.12% ഉള്ളൂ. ഇനി നമുക്ക് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അതിനെ കുറിച്ചൊന്നും സംസാരിക്കാം.
നമുക്ക് ആ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നാളത്തെ എക്സ്പയറിനെ കുറിച്ചൊന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻട്രാഡേ അനാലിസിസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ദെൻ ഇനി നമുക്ക് നാളത്തെ എവിടെയാണ് കോള് പുട്ടൊക്കെ ലാർജലി ബിൽഡ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ദെൻ നിഫ്റ്റിയുടെ വീക്ക്ലിയിൽ നോക്കാം. ഓക്കെ, അപ്പൊ വീക്ക്ലിയില് 21,500 പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് പുട്ട് ബിൽഡിംഗ് ഒന്നും കാണാൻ കഴിയുന്നില്ല, അവിടെ വീക്ക്നെസ് ആണ്. ബട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. എനിവേ PCR നമുക്ക് 0.62 തരുന്നുണ്ട്. മീൻസ് നമ്മൾ ഇന്നലത്തേനെ കുറച്ച് വീക്ക്നെസ് തന്നെയാണ് PCR ഇൻക്ലൂഡ് കാണിക്കുന്നത്. ബട്ട് നമുക്ക് 21,500 പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. 21,000 10.1.07 CR 1.1. ഓക്കെ, എന്തായാലും 21,000 കറന്റ്ലി ഹോൾഡ് പുട്ട് ചെയ്തേക്കുന്നത് 21,500 സോ 21,500 മാക്സിമം പുട്ട് ബിൽഡിങ് വരുന്നുണ്ട്. ആൻഡ് PCR 0.7 ആണ് സൂചിപ്പിക്കുന്നത്. സോ മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് 21,600 ആണ്. അപ്പൊ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,500 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഇത് നമ്മുടെ ഒരു ലൈറ്റ് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് നമുക്ക് നാളെ നോക്കാം. നാളത്തെ ഓപ്പണിംഗ് നമ്മൾ നോക്കണം, ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഒക്കെ ആണെന്ന് നോക്കണം. ദെൻ ഇവിടെ നമുക്ക് 21,600 എന്നുള്ളത് റെഡിലേക്ക് പോയിട്ടുണ്ട്. സോറി. ഓക്കെ, ഇവിടെ റെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 21,600 പുട്ട് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. ദെൻ 21,550 പുട്ട് സെയിം ലെവൽ, ഇവിടെയൊക്കെ ഒരേ സെയിം ലെവലാണ്. സോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കൂടുതൽ പ്രതീക്ഷിക്കുമെന്നാണ് എനിക്ക് നാളെയും തോന്നുന്നത്. ബിക്കോസ് അവിടെയൊക്കെ 21,600 മാക്സിമം കോള് മാത്രമല്ല നിൽക്കുന്നത്. കാരണം 21,700 പുട്ട് 21,600 ഉണ്ട്. അപ്പൊ 21,500 മേളിലേക്ക് വന്നാൽ ആ ഒരു റേഞ്ച് നമുക്കൊരു ഷോർട്ട് സ്ട്രാഡിൽ പോലെ ഫോം ചെയ്ത് അവിടെ ഒരു 50 or 100 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു വോളറ്റൈൽ പോലെ വന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുക്കും. 21,500 ഒരു സപ്പോർട്ട് ആവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി അങ്ങനെ ആയിരുന്നു. ആ ഒരു രീതിയിൽ നിഫ്റ്റി മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ 21,500 21,600 ആണ്. ആ ലെവലാണ് ഇവിടെ പുട്ട് ബിൽഡിങ്ങും ഉണ്ട്. അപ്പൊ ഇത് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ള നമുക്ക് ആ ഡിസിഷൻ അവിടെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് കണ്ടത് ഒരു എക്സാക്ട്ലി ഒരു താഴെ വന്നിട്ട് ഒരു ഡിമാൻഡ് സോണിൽ ഇന്നലെയൊക്കെ ബാങ്ക് നിഫ്റ്റി നല്ല ബിയറിഷ് ആയിരുന്നു. ഈവൻ നിഫ്റ്റി കുറച്ചും കൂടി മേളിൽ ഹോൾഡ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ലാസ്റ്റ് ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തത്. ആ ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല പോസിറ്റീവ് വൈബായിരുന്നു എന്ന് കാണിച്ചത്. നമ്മൾ ഇത്രയും പോസിറ്റീവ് വൈബ് പ്രതീക്ഷിച്ചില്ല. മീൻസ് കുറച്ചൊരു ഹോൾഡിംഗ് സപ്പോർട്ട് തന്നെ താഴെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. എനിവേ അതാണ് മാർക്കറ്റ്, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ വരണമെന്നില്ലല്ലോ. സോ നമുക്ക് നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക. നമ്മുടെ ലോസ് വന്നാൽ നമുക്ക് ലിമിറ്റഡ് ആക്കുക. മീൻസ് നമ്മുടെ വ്യൂസ് തെറ്റിയാലും നമുക്ക് ആ നമ്മുടെ ലിമിറ്റഡിൽ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. സോ ദെൻ എനിവേ നമ്മളിനി നമുക്ക് നാളത്തെ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയോട് പോകാം. ബാങ്ക് നിഫ്റ്റി നാളെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പയറി കാര്യങ്ങളൊന്നുമില്ല. സോ അപ്പോൾ എനിവേ എന്നാലും നമുക്ക് ലെവൽസ് ഒന്ന് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി 47,700 സ്ട്രാഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറണ്ട് 47,700 സ്ട്രാഡിലാണ്. 47,600 മാക്സിമം സപ്പോർട്ടും കയറി വരുന്നുണ്ട്, സ്ട്രാഡിൽ ഫോം ചെയ്യുന്നുണ്ട്. കോൾ ബിൽഡിംഗ് എവിടെയും കാണാൻ പറ്റുന്നില്ല. സോ അപ്പോൾ വൺസ് 47 മേളിലേക്ക് പോയി വിത്ത് സോണും കൂടി ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ബുള്ളിഷ് ആവാൻ ബാങ്ക് നിഫ്റ്റിക്ക് ചാൻസ് ഉണ്ട്. എനിവേ 48 നല്ല രീതിയിൽ കോള് മീൻസ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ആക്കുകയാണ്, ലൈറ്റ് ഷെയ്ഡും കൊടുക്കാം. ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട് 48,700 47,800 ദിസ് ലെവൽ. ഈ ലെവൽ നമുക്ക് ഒരു സ്ട്രാഡിൽ ആക്കുകയാണ്. ഓക്കെ, ഇതൊരു സ്ട്രാഡിൽ ഫോർമേഷൻ 47,500 നമുക്ക് നല്ല രീതിയിൽ പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സോ
47,800 എന്നുള്ള ഒരു സ്ട്രാഡിൽ ഫോം ചെയ്യുന്നുണ്ട്. 700 ആണ്, ബട്ട് നമ്മൾ നാളത്തേതനുസരിച്ച് എന്തായാലും കുറച്ച് മാറും. ഇനി നമുക്ക് ആ ഒരു ലെവൽ നോക്കാം. 48ന്റെ റെസിസ്റ്റൻസ് നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് ശരിക്കും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ 48 ക്രോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇനി അവിടെ നമുക്ക് കോള് പൊട്ട് ബിൽഡിംഗ് ഒക്കെ നാളെ മുതൽ അറിയുള്ളൂ. ഇന്ന് ഓൾറെഡി എക്സ്പയറി കഴിഞ്ഞതാണ്. സോ അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ ഒരുപാട് അതിൽ നോക്കുന്നില്ല. ബട്ട് സപ്പോർട്ട് നമ്മൾ നോക്കണം. സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഇനി അങ്ങാട് നല്ല രീതിയിൽ ഒരു വീക്ക്നെസ് ആവും എന്ന് വിചാരിക്കുന്നില്ല. നിഫ്റ്റിയും നാളെ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു ഇതെടുത്തിട്ട് സപ്പോർട്ട് ആ ലെവലിൽ തന്നെ സപ്പോർട്ട് എടുക്കുക. ദെൻ അവിടെ നമുക്കൊരു കുറച്ച് മൂവ്മെന്റ് അപ്സൈഡ് കാണാൻ തോന്നുന്നു. പ്ലസ് നമുക്ക് ആ 600 എന്ന റേഞ്ച് നല്ല രീതിയിൽ ഇപ്പോൾ കോള് ബിൽഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ദെൻ അതിന്റെ മീൻസ് അതിന്റെ മേളിലേക്കുള്ള സോൺ ബ്രേക്ക് ചെയ്തുള്ള ലെവൽസോ കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇനി നല്ലൊരു അപ്സൈഡ് കിട്ടുക. അല്ലെങ്കിൽ മാക്സിമം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ബയാസ് തന്നെ പ്രതീക്ഷിക്കാം. ബിക്കോസ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ പുട്ട് ബിൽഡ് ചെയ്യണം. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി മാക്സിമം നല്ല ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നിഫ്റ്റിയും വന്നേക്കാം. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയുടെ അനാലിസിസ് നമുക്ക് പറയാൻ കഴിയുക. സപ്പോർട്ട് ഹോൾഡിംഗ് തന്നെയാണ്. നമുക്ക് നാളെയും ഒരു കൺസോൾട്ടേഷൻ വിത്തിൻ റേഞ്ച്, ഈ ഒരു റേഞ്ച് നമ്മൾ കൺസോൾട്ടേഷൻ ആണ് ഫോർ ദ എക്സ്പയറിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഇന്നലെ FIDA ഡാറ്റ ഉണ്ടായില്ല. പകരം നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു FIDA ഡാറ്റയുടെ ഡീറ്റെയിൽസ്. ഇന്ന് മോർണിംഗിൽ നമ്മളാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് കുറച്ചൊരു ബിയറിഷ് സെന്റിമെന്റ് ആയിരുന്നു FIDA ഡാറ്റ തന്നത്. എനിവേ നമ്മളത് നോക്കാൻ പറഞ്ഞു. ഡൗൺ സൈഡ് ലെവൽസിന് നോക്കിയതിന് ശേഷം മാത്രം FIDA ഡാറ്റ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ നമുക്ക് ആ ഒരു ബിഹേവിയർ കാണാൻ പറ്റില്ല. അവിടെ സപ്പോർട്ട് എടുക്കണമെങ്കിൽ ആ സപ്പോർട്ട് എടുക്കാം. അപ്പോൾ പ്ലസ് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ സമീപിക്കുക, ആ ഒരു മൈൻഡ് സെറ്റാണ് നോക്കുന്നത്, നമുക്ക് കാണുന്നത്. എനിവേ അപ്പോൾ അതായിരുന്നു മീൻസ് ഓൾമോസ്റ്റ് സ്ട്രോങ് ബിയറിഷ് എന്നല്ലായിരുന്നു, മീഡിയം ബിയറിഷിൽ തന്നെയായിരുന്നു FIDA ഡാറ്റ ഒക്കെ നമുക്ക് തന്നത്. സോ അപ്പോൾ നമുക്ക് ഇനി നാളത്തേക്ക് എങ്ങനെയാണ് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഇൻഡെക്സിൽ മീഡിയം ബിയറിഷ് തന്നെയായിരുന്നു. ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇൻഡെക്സ് മൈൽഡ് ബിയറിഷിൽ കുറച്ചും കൂടി ബിയറിഷിലേക്ക് പോയിട്ടുണ്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ. ദെൻ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. സോ അത് ഇന്നലെയൊക്കെ ബിയറിഷ് ആയിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ബുള്ളിഷ് മീൻസ് സപ്പോർട്ട് പ്രോ മൊത്തത്തിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ബുള്ളിഷിലേക്കാണ് നിൽക്കുന്നത്. സോ ഓൾറെഡി ഇൻഡെക്സ് ഓപ്ഷൻസിൽ രണ്ടുപേരും ബുള്ളിഷ് ആണ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ FIS മാത്രം കുറച്ചൊരു നെഗറ്റീവ്, ഒരു മീഡിയം ബിയറിഷ് മീൻസ്. അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടിൻ്റെ അവിടെ ഒരു സപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സ് OA നോക്കിയാൽ ഇന്ന് രണ്ടുപേരും ഒരു സെല്ലിംഗ് സൈഡാണ്, -1.2. ദെൻ പുട്ട് ഓക്കെ, ബട്ട് നമുക്ക് ചെറിയ ആ ഒരു വലിയ ഹ്യൂജ് ഇതൊന്നുമല്ല. നമുക്ക് അപ്പോഴും ഒരു എന്താ പറയുക, നമുക്കൊരു ഡബിൾ ദ ക്വാണ്ടിറ്റി ഒന്നുമില്ല, ഒരു ജസ്റ്റ് കുറച്ചൊരു വ്യത്യാസമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റ് ഇന്നലെയും ചെറിയ രീതിയിലായിരുന്നു. ഇന്നും രണ്ടും ചെറിയ രീതിയിലാണ് താഴേക്ക് നിൽക്കുന്നത്. സോ അത് നമുക്കൊരു വലിയൊരു നെഗറ്റീവ്സ് അതിന് അവിടെ ഇല്ല. ഇൻഡെക്സ് ഓപ്ഷൻ FISന്റെ ബൈ ആൻഡ് സെല്ലിൽ ചെറിയ രീതിയിൽ ഉള്ള ഒരു നെഗറ്റീവ് അവിടെ കാണുന്നുണ്ട്. ബട്ട് എനിവേ നമുക്ക് അതൊക്കെ ഹോൾഡ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നാളെ FIDA ഡാറ്റ നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. ദെൻ ഓക്കെ, ഇവിടെ ക്യാഷ് മാർക്കറ്റിൽ രണ്ടുപേരും സെല്ലിംഗ് ആണ്. ബട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബിലോ 1000 ലെവൽസ് ആണ് FIDA ഡാറ്റ ഒക്കെ തരുന്നത്. FISും 600, DISും 600. എനിവേ അപ്പോൾ ഹ്യൂജ് സെൽ ഓഫ് ഒന്നും ഇപ്പോഴും നടന്നിട്ടില്ല. നിഫ്റ്റി ഒരു ബിയറിഷ് ആയിട്ട് പോലും ഹ്യൂജ് സെൽ ഓഫ് വന്നിട്ടില്ല ലെവൽസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ തന്നെ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് 1 ഡേ ക്യാൻഡലിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ബിയറിഷ് ആയിട്ടുള്ള 2 ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് നാളെ ഒരു സപ്പോർട്ട് ലെവല് ഇവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ബിക്കോസ് ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ദെൻ നിഫ്റ്റി
റിവേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. വൺസ് ഇത് ലൈൻ സപ്പോർട്ട് എടുത്തു, ബ്രേക്ക് ചെയ്തു, വീണ്ടും ആ ഒരു സോണിലേക്കൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ്നെസ്സും നമുക്ക് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇതിന് നമുക്ക് നാളെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ, ഈ ഒരു ബിയറിഷ് ക്യാൻഡലിന് കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നിഫ്റ്റി നമുക്കൊരു ബുള്ളിഷ് സൈഡിലേക്ക് മാറാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ അനാലിസിസ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. മാക്സിമം ഒരു കൺസോൾട്ടേഷൻ വിത്ത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ബയസ്. എന്നാൽ നമുക്ക് ഡേ ഹൈ നമ്മൾ നോക്കാനുണ്ട്, ഡേ ഹൈയുടെ മേളിലേക്ക് പോകുന്നൊക്കെ നോക്കാം. അതല്ല എങ്കിൽ ഒരു ഫസ്റ്റ് ഡേ ക്യാൻഡലിൻ്റെ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഒരു സെൽ ഓഫ് വന്നിട്ട് ദെൻ അവിടെ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് നമ്മുടെ ഒരു അനാലിസിസിൽ മനസ്സിലാവുന്നത്. ദെൻ അവിടെ നിന്നൊരു താഴേക്കോ മേളിലേക്കോ ഉള്ള ഒരു മൂവ്മെന്റ് നോക്കുന്നില്ല. പ്ലസ് നമുക്ക് ഇൻട്രാഡേ സോൺസ് ഉണ്ട്, സോൺസ് ലെവൽസ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു കൺക്ലൂഷനിലെത്തുക. ആ സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു മൂവ്മെന്റ് ഒക്കെ നാളെ പ്രതീക്ഷിക്കാം. ബട്ട് അതിനുള്ള ചാൻസസ് കുറച്ച് കുറവാണെന്ന് മാത്രം നമ്മൾ ഡാറ്റാസ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ അനാലിസിസ് കാര്യങ്ങളൊക്കെ. എല്ലാവരും ചാനലൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ആൻഡ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ട്രേഡിൽ കയറാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.